കട്ടപ്പന നഗരത്തിൽ പള്ളിക്കവലിയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇതോടെ രാത്രിയാകുന്നതോടെ പ്രദേശത്ത് വെളിച്ചമില്ലാത്തതിനാൽ അപകടങ്ങളും സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാകുന്നതായി പരാതി. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ലൈറ്റ് പ്രവർത്തനസജ്ജമാക്കണമെന്ന ആവശ്യം ശക്തമായി. കട്ടപ്പന നഗരത്തിൽ പള്ളിക്കവലിയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായി കിടക്കുന്നതിനാൽ ജനം വലയുന്നു. ഏറെ തിരക്ക് അനുഭവപ്പെടുന്ന മേഖലയായ ഇവിടെ ലൈറ്റ് പ്രവർത്തിക്കാതായതോടെ കടകളിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് രാത്രികാലങ്ങളിൽ ആശ്രയം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ MLA ഫണ്ട് 5.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ലൈറ്റാണിത്. ഇത്തവണ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇപ്പോൾ 4 മാസത്തോളമായി പ്രവർത്തനരഹിതമാണ്. 3 റോഡുകളുടെ സംഗമസ്ഥലമായതിനാൽ ഏറെ അപകട സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരാഴ്ച പോലും നിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അതുപോലെ ഇവിടെ വണ്ടിക്കിട്ട് ഹിന്ദിക്കാരൻ ഇവിടെ കണ്ടെടുത്തറിയോ മറ്റേ ലഹരി പദാർത്ഥങ്ങളൊക്കെ അടിച്ചിട്ട് അബോധാവസ്ഥ വന്ന് വിട്ടിരുന്നിട്ട് ഇവരും ഞങ്ങളൊക്കെ നോട്ടം വിടായിരുന്നു. ഞങ്ങളൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഇവിടുന്ന്. അന്ന് വൈകിട്ടാണ് ഇവിടെ ഈ താഴെ ഈ പോയ വഴിക്ക് ജോലി കഴിഞ്ഞ് പോയ പുള്ളിക്കാരൻ തലക്കെട്ട് കല്ല് വെച്ച് ഇടിച്ചില്ലേ ഒരു ബായി. അതാ ബായിയായിരുന്നു. ഇവിടെ വെട്ടമില്ലാത്തതാണ് പ്രശ്നം. മെയിൻ ഇരുട്ടതായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകുന്നുണ്ട്. ഇവരെന്താ നടക്കുന്നത് പോലും ആർക്കും അറിയിട്ട് പോയില്ല. സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള റോഡ് കൂടി ആയതിനാൽ ആംബുലൻസ് ഉൾപ്പെടെ രോഗികളുമായി നിരവധി വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. വളവ് തിരിഞ്ഞെത്തുന്ന വാഹനങ്ങൾ തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമാണ് ഇരുട്ടത്ത് റോഡിനു കുറുകെ കടക്കുന്ന കാൽനട യാത്രികരെ കാണുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യവും ഇവിടെ ഭീതി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇരുട്ടിന് മറവിൽ അന്യസംസ്ഥാന തൊഴിലാളികളായ സാമൂഹ്യവിരുദ്ധർ വാഹനങ്ങൾക്ക് കല്ലെറിയുന്ന സംഭവം ഇവിടെ ഉണ്ടെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു. ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ ശല്യവും അപകടങ്ങളും ഒഴിവാക്കുവാൻ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കുവാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.